الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين وقال النبي صلى الله عليه وسلم من بنى لله مسجدا يبتغي به وجه الله بنى الله له بيتا في الجنة أو كما قال عليه الصلاة والسلام مسجد تو بنا دی شب بر ایمان کی حرارت والوں نے من اپنا پرانا پابی ہے برسوں میں نمازی نہ بن سکا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ചുകൂടൽ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് അവന്റെ യഥാർത്ഥമായ മുത്തഖീങ്ങളിൽ ഉൾപ്പെടാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ ഒരുപാട് ഇബാദത്തുകൾ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. അല്ലാഹുവുമായി അടുക്കുന്നതിനു വേണ്ടി ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നൽകിയിട്ടുള്ളതാണ് എല്ലാ കാലഘട്ടത്തിലെയും ഇസ്ലാമിന്റെ രീതി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ ഇനി ശരീഅത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഭേദഗതികൾ വരികയില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ ഏതെങ്കിലും കൽപ്പനകളിൽ മാറ്റത്തിരുത്തലുകൾ വരികയില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം പഠിപ്പിച്ചോ അപ്രകാരം തന്നെ ഖിയാമത്ത് നാൾ വരെ ഈ ഇസ്ലാം തുടർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലെ നബിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ചില സ്ഥലങ്ങൾ മാത്രമായി അതിനെ നിയോഗിക്കപ്പെട്ടിരുന്നു, അതിനെ വളരെ ചെറുതാക്കിയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ നിർവഹിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് അള്ളാഹു ഭൂമിയുടെ മുഴുവൻ ഭാഗങ്ങളെയും നിസ്കരിക്കൽ അനുവദനീയമായ സ്ഥലമാക്കി മാറ്റി. ശുദ്ധമായ സ്ഥലമാകുക എന്ന നിബന്ധനയോടുകൂടി ഇസ്ലാമിന്റെ മറ്റെന്തെങ്കിലും അനർഹമായ സ്വത്തുക്കളല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കൽ എന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ സംരക്ഷണം അത് മസ്ജിദുകളിൽ നിന്നായിരുന്നു. മസ്ജിദുകളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന കേന്ദ്രം എന്ന് പറയുന്നത്. മസ്ജിദ് എന്ന പദത്തിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാം, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. യഥാർത്ഥത്തിൽ മസ്ജിദ് എന്നതിന് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പേര് നൽകുമ്പോൾ എന്തിനാണ് ആ പേര് നൽകിക്കൊണ്ട് ഈ സ്ഥലത്തെ ഇത്രയും ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സ്ഥലമാക്കി മാറ്റിയത്? മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ആരാധിക്കാനുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ പൂർത്തിയാക്കാനുള്ള സ്ഥലം, അത് പഠിക്കാനും അത് പഠിപ്പിക്കാനും കൂടിയുള്ള സ്ഥലം, അതിൽ നിന്നും ലോകത്തിന്റെ എല്ലാ കേന്ദ്രങ്ങളിലേക്കും ഭാഗങ്ങളിലേക്കും പ്രകാശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വീശണം. അതാണ് മസ്ജിദിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിന്റെ സംരക്ഷണത്തെ എല്ലാ കാലഘട്ടത്തിലും നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് മസ്ജിദിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എന്തായിരുന്നു എന്ന്. മസ്ജിദുകളെ ഇന്ന് നമ്മൾ പലതരത്തിൽ സങ്കല്പിക്കാറുണ്ട്. പലപ്പോഴും നമ്മളുടെ ധാരണ എന്ന് പറഞ്ഞാൽ മസ്ജിദ് നിസ്കരിക്കാനുള്ള സ്ഥലം മാത്രമാണ്, ഖുർആൻ ഓതാനുള്ള സ്ഥലം മാത്രമാണ്, ഇതിനപ്പുറത്തേക്ക് മസ്ജിദുകളിൽ ഒന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ ജുംഅകളിൽ ഒരുമിച്ച് കൂടുകയും അല്പസ്വല്പമൊക്കെ ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പിരിഞ്ഞു പോവുകയും ഇത് മാത്രമാണ് ഒരു മസ്ജിദുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ മസ്ജിദുമായിട്ടൊരു മുസ്ലിമിന്റെ ബന്ധം അങ്ങനെയല്ല. ഒരു മുസ്ലിമിന്റെ 24 മണിക്കൂർ ജീവിതത്തിലെ മുഴുവൻ ആവശ്യങ്ങളും നിർവഹിക്കപ്പെടേണ്ടത്, അതിന്റെ രീതികളും കോലങ്ങളും ഒക്കെ മനസ്സിലാക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി നമ്മുടെ മസ്ജിദുകൾ മാറുമ്പോഴാണ് മസ്ജിദ് നബവിയുമായി നമ്മുടെ മസ്ജിദിന് സാദൃശ്യമുണ്ടാവുക. നമ്മുടെ മുഴുവൻ മസ്ജിദുകളുടെയും അടിസ്ഥാന കേന്ദ്രം അല്ലെങ്കിൽ അതിന്റെ മാതൃക എന്ന് പറയുന്നത് മസ്ജിദ് നബവിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മസ്ജിദ് നബവി ആകണം നമ്മുടെ മുഴുവൻ മസ്ജിദുകളും. അങ്ങനെ ആകുമ്പോഴാണ് മദീന മുനവ്വറയായതുപോലെ പ്രകാശപൂരിതമായ പട്ടണമായതുപോലെ നമ്മുടെ മസ്ജിദുകളെങ്കിലും മുനവ്വറയാകുക, നമ്മുടെ മസ്ജിദുകളെങ്കിലും പ്രകാശം മറ്റുള്ളവർക്ക് നൽകുന്ന കേന്ദ്രങ്ങളായി മാറുക. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിനെ കുറിച്ച് വളരെ കൂടുതൽ മഹത്വമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വളരെ കൂടുതൽ മഹത്വമാണ് ഓരോ മസ്ജിദുകൾക്കുമുള്ളത്. പക്ഷേ ആ മസ്ജിദുകളുടെ മഹത്വം പടച്ച റബ്ബിന്റെ അടുക്കൽ വരുന്നത് ആ മസ്ജിദ് നിർമ്മിക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്, ആ മസ്ജിദിന്റെ ഉള്ളിലെ പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്, ആ മസ്ജിദിന്റെ പരിപാലനത്തിന്റെ ആളുകളുടെ സ്വഭാവ ഗുണങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് ആ മസ്ജിദുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഖബൂലിയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം മസ്ജിദ് നബവിയിലേക്ക് വന്നപ്പോൾ സാധാരണ മസ്ജിദ് നബവി അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ പോയി? പറഞ്ഞു, മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ദഫൻ ചെയ്യുന്ന സമയത്ത് എന്നെ അറിയിക്കാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ സ്ത്രീയുടെ ഖബറിന്റെ അടുക്കൽ പോയി നിസ്കരിച്ചു എന്ന് പോലും റിവായത്തിൽ വരുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇന്നി റഅയ്തുഹാ ഫിൽ ജന്ന, ഞാൻ ആ സ്ത്രീയെ സ്വർഗ്ഗത്തിൽ കാണുകയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മസ്ജിദിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഈ ഹദീസ് മാത്രം മതി. ഒരു മസ്ജിദ് അടിച്ചു വാരിക്കൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനത്തെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ഉയർന്ന പടിയിലുള്ള സ്വർഗത്തിലാണ് ആ സ്ത്രീയെ ഞാൻ കണ്ടു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മസ്ജിദ് വൃത്തിയാക്കുക, അല്ലെങ്കിൽ അടിച്ചു വാരുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ചില ആളുകളുടെ മേൽ മാത്രം അത് നിയമിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരാണ് ചെയ്യേണ്ടത് എന്ന മനോഭാവം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. അല്ലെ, മുക്രിക്കാക്ക ഫാൻ തുടച്ചില്ലെങ്കിൽ പ്രസിഡന്റ് വന്ന് ചോദിക്കും, എന്താ ഫാൻ തുടയ്ക്കാത്തത്, അല്ലെങ്കിൽ എന്താ അവിടെ വൃത്തിയായി കിടക്കാത്തത് എന്നൊക്കെ പലപ്പോഴും
വളരെ കൂടുതൽ നിസ്സാരമാക്കുന്ന തരത്തിൽ പലപ്പോഴും നമ്മൾ പഠിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. നമ്മുടെ വീട് നമ്മൾ വൃത്തിയാക്കുന്നത് നമുക്കൊക്കെ അറിയാം. ആ വീട് അല്പമെങ്കിലും ഒരഴുക്കുണ്ടെങ്കിൽ നമ്മൾ ആരും ഇഷ്ടപ്പെടുകയില്ല. അത് സ്വന്തമായി ഒന്നെങ്കിൽ നമ്മൾ വൃത്തിയാക്കും, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ ഭവനമായ മസ്ജിദുകളെ നമുക്കൊരിക്കലും അങ്ങനെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെടാൻ സാധിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് അടിച്ചുവാരിയിരുന്ന ഒരു സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ മസ്ജിദിന്റെ മുഴുവൻ കാര്യങ്ങളും നാം എല്ലാവരുമാണ് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി ആരെയാണ് തെരഞ്ഞെടുത്തത്? വയർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വയർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ, ഇബ്രാഹീം നബിയും ഇസ്മായിൽ നബിയും കഅബാലയത്തിന്റെ അസ്ഥിവാരത്തെ ഉയർത്തിയ സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ കർമ്മം നിർവഹിച്ച മഹാനായ ഇബ്രാഹീം നബി ഇസ്മായിൽ നബീനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പറയുന്നു, ആ കഅബാലയത്തിന്റെ ഓരോ കല്ലുകളും ഇസ്മായിൽ നബി ഇബ്രാഹീം നബി എടുത്തു കൊടുക്കുകയാണ്. ഏറ്റവും അല്ലാഹു ആദരിച്ച നബി ഖലീലുല്ലാഹ് ഇബ്രാഹീം നബി അലൈഹിസ്സലാമാണ് മസ്ജിദിന്റെ നിർമ്മാണ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനേക്കാൾ ഉയർന്ന മറ്റാരാണ് ഇതിൽ ഏർപ്പെടേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം, എന്റെ ഖലീലായ ഇബ്രാഹീം നബിയാണ് കഅബാലയം പണിതത്. അതിനെ സഹായിച്ചത് ദബീഹുല്ലാഹ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. അത്രയും ഉയർന്ന ആളുകൾ ചെയ്ത ജോലിയാണ് മസ്ജിദിന്റെ നിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ ആ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞപ്പോൾ ഞാനൊരു മസ്ജിദ് പണിഞ്ഞു എന്ന വലിയ നിർവൃതിയോടുകൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടുകൂടി എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിതാ ഒരു മസ്ജിദ് പണിതിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇവിടത്തെ പത്രമാധ്യമങ്ങളിലൂടെ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ മുന്നിൽ പ്രശസ്തി കാണിക്കാനല്ല മഹാനായ ഇബ്രാഹീം നബി ഇസ്മായിൽ നബി തുനിഞ്ഞത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, നിന്റെ കൽപ്പന പ്രകാരമാണ് ഞങ്ങൾ പണിതത്, നിന്റെ കൽപ്പന പ്രകാരമാണ് നിന്റെ കഅബാലയം നാം പണിതത്. അതുകൊണ്ട് പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ആര്? ഇബ്രാഹീം നബി ഇസ്മായിൽ നബി. അള്ളാഹുവിനോട് താഴ്മയോടുകൂടി വിനയത്തോടുകൂടി പറയാ, പടച്ചവനെ, ഞങ്ങൾ ഈ ചെയ്തു പോയ ഈ പണി ഇത് നീ സ്വീകരിക്കണമേ അല്ലാ, ഞങ്ങൾ പണിത ഈ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ അല്ലാ. ഈ ഒരു മനോഭാവമാണ് ഓരോ മസ്ജിദുകൾ പണിയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവി പണിയുന്നതിന് വേണ്ടി തങ്ങളുടെ കൈകൾ കൊണ്ട് ഓരോ കട്ടകൾ എടുത്തുകൊണ്ടുവരികയാണ്. അപ്പൊ സഹാബാക്കൾ യാ റസൂലല്ലാഹ്, അങ്ങെടുക്കണ്ട, ഞങ്ങൾ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ മസ്ജിദ് പണിയുമ്പോൾ എനിക്കും അതിലൊരു പ്രതിഫലത്തിന്റെ പങ്ക് കിട്ടണ്ടയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ ആലോചിച്ചു നോക്കുക. മസ്ജിദുകൾ നിർമ്മിക്കുന്നത് അത് മഹത്തരമായ കാര്യമാണ്. പക്ഷേ ആ മസ്ജിദുകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മൻ ബനാ ലില്ലാഹി ബൈതാ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്. മൻ ബനാ ലില്ലാഹി ബൈതാ, ആരാണോ അല്ലാഹുവിന് വേണ്ടി മാത്രം മസ്ജിദുകൾ പണിയുന്നത്, അല്ലാഹുവിന് വേണ്ടിയാകണം മസ്ജിദുകൾ പണിയേണ്ടത്. സംഘടനക്കും പാർട്ടിക്കും വേണ്ടിയല്ല മസ്ജിദുകൾ പണിയേണ്ടത്. തന്റെ ഏതെങ്കിലും പാർട്ടിയുടെ ഓഫീസാക്കാനല്ല മസ്ജിദ് പണിയേണ്ടത്. ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല മസ്ജിദ് പണിയേണ്ടത്. മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടുകൂടിയല്ല മസ്ജിദ് പണിയേണ്ടത്. മൻ ബനാ ലില്ലാഹി ബൈതാ, അല്ലാഹുവിന് വേണ്ടിയാകണം മസ്ജിദുകൾ പണിയേണ്ടത്. യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയെ കാംക്ഷിച്ചുകൊണ്ട് ആര് പണിയുന്നോ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനൊരു വലിയ ഭവനം ഞാൻ നിർമ്മിക്കുന്നതാണെന്ന് അല്ലാഹു വാഗ്ദാനം കൊടുക്കുകയാ. മസ്ജിദ് പണിയുന്നവർക്ക് അല്ലാഹുവിന്റെ വാഗ്ദാനം, നാളെ സ്വർഗ്ഗത്തിൽ അവനൊരു ഭവനം ഞാൻ പകരം കൊടുക്കുമെന്ന്. എപ്പോഴാ? ആ മസ്ജിദ് അല്ലാഹുവിന് വേണ്ടിയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടിയല്ലാത്ത മസ്ജിദുകളെ കുറിച്ചും ഖുർആനിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്.
والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മസ്ജിദിന്റെ ചരിത്രം പറയാൻ. ഏതാ മസ്ജിദ്? മസ്ജിദ് ഖുബയുടെ അടുത്ത് മറ്റൊരു മസ്ജിദ് നിർമ്മിക്കാൻ ചില ആളുകൾ പദ്ധതിയിട്ടു. അബൂ ആമിർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നസ്രാണിയായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഹല്ലല റളിയല്ലാഹു അൻഹു. ഹല്ലല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഷഹാദത്തിന് ശേഷം മലക്കുകളാണ് അദ്ദേഹത്തെ കുളിപ്പിച്ചത്. അത്രയും ഉയർന്ന സഹാബിയുടെ പിതാവാണ് അബൂ ആമിർ. പക്ഷേ അദ്ദേഹം നസ്രാണിയായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള മുഴുവൻ യുദ്ധത്തിലും പങ്കെടുത്തു. ഹുനൈൻ വരെ പങ്കെടുത്തു. പക്ഷെ അതിലെല്ലാം പരാജയമാണ് അയാൾ കേൾക്കേണ്ടി വന്നത്. പിന്നീട് അയാൾ മക്കയിൽ നിന്നും നാടുവിട്ടു, ഷാമിലേക്ക് പോയി, കിസ്രയുടെ അടുക്കൽ പോയി. അങ്ങനെ കിസ്രയുടെ അടുക്കൽ പോയി കിസ്രയുമായി ആലോചനകളിൽ ഏർപ്പെട്ടു. മുസ്ലിമീങ്ങളെ എങ്ങനെയെങ്കിലും തുരത്തണം എന്നാലോചിക്കുകയും അങ്ങനെ അവിടെ നിന്നും വലിയ സൈന്യങ്ങളുമായിട്ട് വരാനുള്ള പദ്ധതിയൊക്കെ ഇട്ടു. ആ സമയത്ത് അബൂ ആമിർ മദീനയിലെ മുനാഫിഖീങ്ങളോട് പറഞ്ഞു, നമുക്കൊരു കേന്ദ്രം പണിയണം, എന്നിട്ട് ആ കേന്ദ്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് നിസ്കരിപ്പിക്കണം, എന്നിട്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാക്കണം, ഇതും മുസ്ലിമീങ്ങളുടെ ഒരു പള്ളിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് അവർ രഹസ്യ ആലോചനകളൊക്കെ നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഖുബ മസ്ജിദിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കുന്നില്ല. രോഗികളുണ്ട്, ദൂരത്തിൽ താമസിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമുക്കതിന്റെ എല്ലാവർക്കും വരാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മസ്ജിദ് പണിയണം എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്കൾ അവിടെ വന്ന് നിസ്കരിക്കണം, ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. ആ സമയത്ത് നബിതങ്ങൾ തബൂക്ക് യുദ്ധത്തിലേക്ക് പുറപ്പെടാൻ പോകുകയാണ്. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മടങ്ങി വന്നിട്ട് നിങ്ങളുടെ മസ്ജിദിൽ വരാം എന്ന് വാഗ്ദാനം നൽകി നബിതങ്ങൾ യാത്രയായി. തബൂക്ക് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടങ്ങി വരാൻ ഈ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വല്ലദീന തഖദൂ മസ്ജിദൻ ളിറാറാ. ആരാണോ ളിറാറായിട്ട് പള്ളികൾ പണിയുന്നത്, മസ്ജിദുകൾ പണിയുന്നത്. ളിറാർ എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രയോജനമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, സ്വന്തം യാതൊരു പ്രയോജനം ഇല്ല എന്നിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അതിനാണ് ളിറാർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് പണിയുന്ന മസ്ജിദുകൾ. വ കുഫ്റ, നിഷേധത്തിന്റെ പേരിലും പണിയുന്ന മസ്ജിദുകൾ. വ തഫരീഖം ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ മനസ്സുകൾക്കിടയിൽ അനൈക്യമുണ്ടാക്കാനും അസ്വസ്ഥതയുണ്ടാക്കാനും ഛിദ്രതയുണ്ടാക്കാനും മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതിന്റെ ലക്ഷ്യത്തിൽ പണിയുന്ന മസ്ജിദുണ്ടല്ലോ. വഇർസാദൽ ലിമൻ ഹാറബല്ലാഹ വറസൂല, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം ചെയ്യുന്നവർക്ക് വേണ്ടി, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി, അല്ലാഹുവിന്റെയും അവന്റെ റസൂലിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് താവളമൊരുക്കാൻ വേണ്ടി മസ്ജിദുകൾ പണിയുന്നവരുണ്ടല്ലോ. അവരുമായി സ്റ്റേജ് പങ്കിട്ടിട്ട് അവരുടെ പ്രസ്താവനകൾക്ക് ചൂട്ടുപിടിച്ചിട്ട് അവർക്ക് ഓശാന പാടുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് താവളമാക്കാൻ വേണ്ടി മസ്ജിദുകൾ പണിയുന്നവർ. ഖുർആൻ പറയാ, وإرصادا لمن حارب الله ورسوله وليحلفن إن أردنا إلا الحسنى. അവര് സത്യമിട്ട് ആണയിട്ട് 1000 വട്ടം സ്റ്റേജുകൾ കെട്ടിപ്പറയും, ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ ഈ മസ്ജിദുകളിലൂടെ നന്മയല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഖുർആൻ പറയാ, വലയഹ്ലിഫുന്ന ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, ഞങ്ങളുടെ ഈ മസ്ജിദിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നന്മ മാത്രം, ഇസ്ലാം വളരണമെന്നത് മാത്രം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നിലനിൽക്കണമെന്നത് മാത്രം എന്ന് സത്യമിട്ട് ആണയിട്ട് 1000 വട്ടം പറഞ്ഞിട്ട് വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹു പറയാ പച്ചക്കള്ളന്മാരാണ് അവർ. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അല്ലാഹു പറയാ ഞാൻ സാക്ഷിയാണ് നബിയെ, അവന്റെ ഹൃദയത്തിലുള്ളത് വേറെ പല ഉദ്ദേശങ്ങളുമാണ്.
അല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറയാ, ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും ആ പള്ളിയിൽ പോകരുത് നബിയെ, അവിടെ തങ്ങൾ പോയി നിസ്കരിക്കരുത് നബിയെ. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, ഏതൊരു മസ്ജിദാണോ അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി തഖ്വയിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് പണിതപ്പെട്ട ആ മസ്ജിദിൽ മാത്രമാണ് അങ്ങ് നിലകൊള്ളേണ്ടത്. ആ മസ്ജിദ് തങ്ങളെ മനസ്സിലാക്കണം. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ആ മസ്ജിദിന്റെ പ്രത്യേകത എന്താ? ആ മസ്ജിദ് പണിയപ്പെട്ടത് ഇഖ്ലാസോടുകൂടിയാണ്, നിഷ്കളങ്കമായ ലക്ഷ്യത്തോടുകൂടിയാണ്, ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, ഇസ്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, ദീനിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി പണിയപ്പെട്ട മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവി പോലെയല്ല നബിയെ. അല്ലാഹു പറയാ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. മസ്ജിദുൻ നബവിയുടെ പ്രത്യേകത അതേപോലെയുള്ള മുഴുവൻ മസ്ജിദുകളും ആകേണ്ടത് എങ്ങനെയാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വാ മിനല്ലാഹി വ റിദ്വാൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ശഫാ ജുറുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വാ മിനല്ലാഹി വ റിദ്വാൻ, അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി പണിയപ്പെട്ട മസ്ജിദാണോ? അഫമൻ അസ്സസ ബുന്യാനഹു അലാ തഖ്വാ മിനല്ലാഹി വ റിദ്വാനുൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുന്യാനഹു അലാ ശഫാ ജുറുഫിൻ ഹാർ. അതല്ല, ഏതെങ്കിലുമൊക്കെ പുഴയുടെ തീരത്തുള്ള മണൽത്തിട്ടയുടെ മേൽ പണിയപ്പെട്ട ഏതെങ്കിലുമൊക്കെ അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയ ബിൽഡിങ്ങുകൾ എത്രയും പെട്ടെന്ന് താഴേക്ക് വീഴുന്നത് പോലെയുള്ള മസ്ജിദാണ് ദിറാർ എന്ന് പറയുന്ന ഈ മസ്ജിദ്. കാരണം അത് ഇഖ്ലാസിന്റെ മേൽ പണിയപ്പെട്ടതല്ല. അതുകൊണ്ട് ഈ മസ്ജിദ് പണിഞ്ഞവരൊക്കെ നരകത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കിയിരിക്കുന്നത് എന്ന് ഖുർആൻ. ഫൻഹാറ ബിഹി ഫി നാരി ജഹന്നം. ഈ മസ്ജിദിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് നരകത്തിലേക്കുള്ള പാതയാണ്, അതിലേക്കാണ് അവർ പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം. ഇങ്ങനെയുള്ള മസ്ജിദാണോ അതല്ല മസ്ജിദുൻ നബവിയാണോ ഉത്തമമെന്ന് നബിയെ അങ്ങ് പഠിപ്പിക്കും നബിയെ. അല്ലാഹ് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ രണ്ട് മസ്ജിദുകളുടെയും പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവിയുടെ ലക്ഷ്യമെന്താ? അതിന്റെ ലക്ഷ്യമെന്താ? രണ്ടിന്റെയും ലക്ഷ്യം മുന്നിൽ വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ തീരുമാനമുണ്ടാവുക. പള്ളിയുടെ ഗാംഭീര്യത കൊണ്ടോ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണികളുടെ ഉയർച്ച കൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലാകുകയില്ല. മസ്ജിദിന്റെ നിർമ്മാണത്തിന് കോടികൾ ചെലവഴിച്ചു എന്ന പത്രപ്രസ്താവനയും അവിടെ ബോർഡുകളിൽ തൂക്കുമ്പോഴും ആലോചിക്കണം, ഈ പള്ളി ഞാൻ എന്തിനാണ് പണിയുന്നത് എന്ന വ്യക്തമായ ലക്ഷ്യമില്ലാതെയാണ് മസ്ജിദ് പണിയുന്നതെങ്കിൽ, അതല്ലാതെ മറ്റെന്തെങ്കിലും ദുരുദ്ദേശങ്ങളാണ് ഹൃദയത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുള്ളതെങ്കിൽ ആ മസ്ജിദുകളിലേക്ക് ഹെഡ് ഓഫീസാണ് ദിറാർ മസ്ജിദ് എന്ന് ഖുർആൻ. യഥാർത്ഥ മസ്ജിദുകൾ എങ്ങനെയാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലൂടെ പഠിപ്പിച്ചു. ആ മസ്ജിദിന്റെ കെട്ടിടത്തിന് കോടികൾ ചെലവഴിച്ചിട്ടില്ല, അതോലമേഞ്ഞ മസ്ജിദായിരുന്നു. സാധാരണ ആ മസ്ജിദിന്റെ ഉള്ളിൽ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം നിർവഹിക്കുമ്പോൾ മഴ പെയ്തതിന്റെ പേരിൽ ചെളിവെള്ളത്തിൽ നബി തങ്ങൾ സുജൂദ് ചെയ്തത് കണ്ടു എന്ന് സഹാബാക്കൾ പറയുമ്പോ അത്രയും ബലഹീനമായ മസ്ജിദായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ്. പക്ഷേ ആ മസ്ജിദിന്റെ കെട്ടിടത്തിന്റെ ബലഹീനത കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ആ മസ്ജിദിന്റെ വില ഇടിഞ്ഞു പോയില്ല. ആ മസ്ജിദ് അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റവും ഉത്തമമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് ദിറാർ മസ്ജിദ് പണിതത് ഉയർന്ന കല്ലുകൾ കൊണ്ടാണ്, ഭയങ്കരമായ കല്ലുകൾ കൊണ്ട് വിശാലമായി പണിത് തീർത്ത മസ്ജിദുൽ ദിറാറിന് അള്ളാഹുവിന്റെ മുമ്പിൽ സ്ഥാനമേ ഇല്ല. എന്തുകൊണ്ടാ കാരണം? അതിന്റെ ലക്ഷ്യം ശരിയായില്ല, അതിന്റെ ഉദ്ദേശം ശരിയായില്ല. അത് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിതതാണ്.
മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പണിതതാണ്. ആ മസ്ജിദിന് 3 കുഴപ്പമാണ് ഖുർആൻ പറഞ്ഞത്. 3 കുഴപ്പം. വല്ലദീന അത്തഖദു മസ്ജിദൻ ദിറാറ. ഒന്ന് ലിറാറാണ്, സ്വയം ഒരു പ്രയോജനമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക. അതാണ് ആ മസ്ജിദിന്റെ ഉള്ളിലുള്ളവരുടെ ലക്ഷ്യം. രണ്ടാമതോ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. ഏതൊരു മസ്ജിദിന്റെ മിമ്പറിൽ നിന്നാണോ സ്നേഹത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകേണ്ടത്, സൗഹാർദ്ദത്തിന്റെ സന്ദേശം ഏതൊരു മിമ്പറിൽ നിന്നാണോ നൽകേണ്ടത്, ആ മിമ്പറിൽ നിന്ന് കേൾക്കുന്നത് മുസ്ലിമീങ്ങൾക്കിടയിലെ ഭിന്നിപ്പുകളുടെ ചരിത്രമാണ്. അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകളാണെങ്കിൽ ഈ മിമ്പർ അതിനു വേണ്ടിയുള്ളതല്ല. ഈ മിമ്പർ സ്നേഹം പറയാനുള്ള മിമ്പറാണ്, ഐക്യം പറയാനുള്ള മിമ്പറാണ്. അതാണ് നബി തങ്ങളുടെ മിമ്പറിൽ നിന്ന് ലോകത്ത് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തത്. അതാണ് ഇനിയും മിമ്പറിൽ നിന്നുണ്ടാകേണ്ടത്. അങ്ങനെയല്ല മിമ്പറിൽ നിന്നുള്ള ശബ്ദമൊക്കെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനും ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും സലാം പറയരുതെന്ന് പഠിപ്പിക്കാനും അവന്റെ ഖബറടക്കത്തിൽ പങ്കെടുക്കരുതെന്ന് പഠിപ്പിക്കാനും അവന്റെ കല്യാണത്തിൽ പോകരുതെന്ന് പഠിപ്പിക്കാനും അവനോട് മുഖം ചിരിച്ച് സംസാരിക്കലെന്ന് പഠിപ്പിക്കാനും അവനെ മഹല്ലിൽ നിന്ന് പുറത്താക്കാൻ പഠിപ്പിക്കാനും അവന്റെ മയ്യിത്ത് നിസ്കരിക്കരുതെന്ന് പഠിപ്പിക്കാനും ഒക്കെയാണ് മസ്ജിദിന്റെ മിമ്പറും മിഹ്റാബും ഉപയോഗിക്കുന്നെങ്കിൽ പഠിച്ചുകൊള്ളുക. ആ മസ്ജിദുകളിലേക്ക് ബന്ധം മസ്ജിദുൽ ദിറാറുമായിട്ടാണ് ഖുർആൻ പറയാൻ. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ. ഐക്യത്തോടെ ജീവിക്കുന്നത് ഇഷ്ടമല്ല പലർക്കും. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ജൂതന്റെ ലക്ഷ്യത്തെ പലപ്പോഴും സംഘടനകൾ വളർത്താൻ പോലും പലരും ഉപയോഗിക്കുമ്പോൾ ആലോചിച്ച് നോക്കുകയുടെ ഇസ്ലാമിനാണ് തളർച്ച ഉണ്ടാകുന്നത്, ഇസ്ലാമിനെയാണ് കരിവാരിത്തേക്കുന്നത്. അത് വേറെ ആരെയുമല്ല, വ്യക്തികളെയല്ല, അള്ളാഹുവിനോടാണ് കളിക്കുന്നതെന്നുള്ള വ്യക്തമായ ബോധം വേണം. അള്ളാഹുവിനോടാണ് കളിക്കുന്നത്. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ. അള്ളാഹ് പറയാൻ മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മസ്ജിദുകൾ ഉപയോഗിക്കുക. വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂല. അള്ളാഹിനെ അവന്റെ റസൂലിനെ ഇഷ്ടമല്ലാത്ത ആളുകളോടൊക്കെ ഭയങ്കര ഇഷ്ടം. അള്ളാഹിനെ അവന്റെ റസൂലിനോട് യുദ്ധം ചെയ്യുന്നവരോടും അവരോട് എതിര് പ്രവർത്തിക്കുന്നവരോടും മുസ്ലിമീങ്ങളെ ഓരോന്നോരോന്നായി പിടിച്ചിട്ട് ജയിലുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നവർക്ക് കൈകൊടുത്തിട്ട് നിങ്ങളാടോ ഞങ്ങളുടെ ആളുകളെന്ന് പറയാൻ നാണമില്ലാത്തവരെ, വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധപ്രഖ്യാപനം നടത്തിയവർക്ക് താവളമുണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ ആ ശ്രമങ്ങളിലേക്ക് തിക്തഫലം അവര് തന്നെ അനുഭവിക്കും. അതാണ് മുനാഫിക്കീങ്ങളുടെ ചരിത്രം ഖുർആൻ പഠിപ്പിക്കുന്നത്. മുനാഫിക്കീങ്ങൾ എന്നൊരു വിഭാഗം തന്നെ എന്തിനാ ഇസ്ലാമിൽ ഉണ്ടായത് തന്നെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ വരവിന് ശേഷമാണ് മുനാഫിക്കീങ്ങൾ ഉണ്ടാകുന്നത്. ഉള്ളുകൊണ്ട് കുഫറും പുറത്ത് ഇസ്ലാമും പ്രകടിപ്പിച്ച ആളുകൾ. അങ്ങനെയുള്ള മുനാഫിക്കീങ്ങൾ എന്റെ അവസാന കാലഘട്ടത്തിലും ഉണ്ടാവുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുനാഫിക്കീങ്ങൾക്ക് വേറെ കുറെ പ്രത്യേകതകളുണ്ട്. അവരുടെ സംസാര പാടവം കേട്ടാൽ അവരെക്കാൾ സത്യസന്ധർ ലോകത്താരുമില്ലെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സംസാര പാടവമുള്ളവരും അങ്ങനെയുള്ള കഴിവും ശേഷിയുമുള്ളവർ, സ്വാധീനമുള്ളവർ. പക്ഷേ അവരുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മോശമായ ലക്ഷ്യങ്ങളെങ്ങാണ് മുസ്ലിം സമൂഹം അറിഞ്ഞാൽ അവരെ ഏറ്റവും വലിയ മോശത്തരത്തിലേക്കാണ് മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയഅതി അല ഉമ്മതി സമാൻ, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ട്, മസാജിദുഹും ആമിറ വഹിയ ഖറാബും മിനൽ ഹുദാ, മസ്ജിദുകളൊക്കെ അമ്പര ചുംബികളായിരിക്കും. മിനാരങ്ങളുടെ വലിപ്പമെന്ന് കണ്ടാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണ് ആ മസ്ജിദ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയുള്ള മിനാരങ്ങളും ലൈറ്റ് ഫിറ്റിങ്ങുകളും ഒക്കെ അലങ്കരിക്കപ്പെട്ട ഭയങ്കരമായ മസ്ജിദുകൾ. പക്ഷേ ആ മസ്ജിദുകളുടെ ലക്ഷ്യം എന്തെന്നറിയുമോ? വഹിയ ഖറാബും മിനൽ ഹുദാ, അവിടെ നിന്ന് ഹിദായത്തിന്റെ വാക്കുകളൊന്നും കേൾക്കാൻ സാധിക്കൂല. വഹിയ ഖറാബും മിനൽ ഹിദാ, ആ മസ്ജിദുകൾ ഹിദായത്തിൽ നിന്ന് കാലിയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെയൊക്കെ മസ്ജിദുകളെ ഈ രൂപത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വഹിയ ഖറാബും മിനൽ ഹുദാ, ഹിദായത്തിന്റെ വാക്കൊന്നും അവിടെ നിന്ന് കേൾക്കാൻ പറ്റൂല. അവിടെ നിന്ന് തുടങ്ങുന്നത് തന്നെ ആരെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിട്ടായിരിക്കും, ആരോടെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടായിരിക്കും. വഹിയ ഖറാബും മിനൽ ഹുദാ. എന്താണ് നമ്മുടെ മസ്ജിദുകൾ ഇങ്ങനെയാകാനുള്ള കാരണം എന്നതിനെ കുറിച്ച് നമുക്ക് പഠനം നടത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അനർഹരായ ആളുകളുടെ കയ്യിലേക്ക് മസ്ജിദിന്റെ പരിപാലന സമിതി മാറി എന്നുള്ളത് കൊണ്ടാണ്.
അനർഹമായ ആളുകളുടെ കയ്യിലേക്ക് മസ്ജിദിന്റെ ഉത്തരവാദിത്തം മാറി എന്നുള്ളത് കൊണ്ടാണ് ഈ മസ്ജിദിന്റെ പരിപാലനം ആര് നിർവഹിക്കണമെന്ന് ഖുർആൻ വരച്ചു കാട്ടുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. إنما يعمر مساجد الله. പള്ളികൾ ആരാണ് പരിപാലിക്കേണ്ടത്? മസ്ജിദുകൾ ആരാണ് പരിപാലിക്കേണ്ടത്? ഖുർആൻ പറഞ്ഞത് ഇന്നമ. അറബി അറിയുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഇന്നമ എന്ന് ഉപയോഗിച്ചാൽ ഈ പറയാൻ പോകുന്നവര് മാത്രമേ പള്ളി ഭരിക്കാൻ പാടുള്ളൂ നമ്മൾ പറയുന്ന പള്ളി ഭരണമല്ല, പള്ളി പരിപാലനം. ഇവിടെ പള്ളി ഭരണ സമിതി ആരെ ഭരിക്കാൻ പോവാ? മസ്ജിദിലെ ഇമാമിനെ ഭരിക്കണം. അയാൾ എപ്പോഴാ പോകുന്നത്, അയാൾ എപ്പോഴാ വരുന്നത്? പ്രസിഡന്റോ സുബഹി നിസ്കാരത്തിന് പോലും ഇല്ല. അങ്ങനത്തെ പ്രസിഡന്റാണ് മസ്ജിദിലെ ഇമാമിനെ ഭരിക്കുന്നത്. ഇമാം എപ്പോഴാ ലീവില്ല ഇമാമിന്. ഇമാമ് ലീവ് എടുക്കാൻ പാടില്ല. ഇമാം ഇവിടെ കഴിഞ്ഞോണം. എത്ര രൂപ കൊടുക്കും? ആകെ 10,000 രൂപ കൊടുക്കും. കാരണം ഇമാം ഒരിക്കലും നമ്മളെ പോലെ ആവാൻ പാടില്ല. എല്ലാ കാലഘട്ടത്തിലും ഇതേപോലെ ഇവിടെ നിന്നോണം, തെണ്ടി നിന്നോണം. അതുകൊണ്ട് ഇമാമിന് എന്ത് ചെയ്യരുത്? ശമ്പളം കൂട്ടരുത്. ഇവിടെ ഇപ്പോഴും സർക്കാരിന്റെ ജോലിക്കാര് പെൻഷന് വേണ്ടി അല്ലെങ്കിൽ ശമ്പള വർധനവിന് വേണ്ടി ഇവിടെ സമരം നടത്തുകയാണ്. എത്ര രൂപ കിട്ടുന്നവരാ സമരം നടത്തുന്നത്? 50,000 60,000 രൂപ കിട്ടുന്നവർ ഇപ്പോഴും സമരത്തില. ഇമാമിങ്ങൾക്കോ 10,000 കൂടുതൽ കൊടുക്കരുത്. ഇവിടെ യോഗം കൂടിയിട്ടുള്ള ഇമാമിന് വേണ്ട കേട്ടോ. എനിക്കിപ്പോ അതിനു വേണ്ടി ഇവിടെ പ്രസംഗം നടത്തുന്ന ആർക്കും തോന്നണ്ട. അൽഹംദുലില്ലാ, അള്ളാഹു വേണ്ടി വെച്ച് അതിനുള്ള കഴിവ് ശേഷിക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അള്ളാഹു തരുമാറാകട്ടെ. മരണം വരെ ഒരാളുടെ പൈസക്ക് വേണ്ടി കൈനീട്ടേണ്ട ഗതികൾ അള്ളാഹു തരാതിരിക്കുമാറാകട്ടെ. മാനവുള്ള സഹോദരന്മാരെ, മനസ്സിലാക്കണം, ഒരു ഇമാമിന്റെ പദവി എന്താ? ഈ ഇമാം ഓരോ മസ്ജിദുകളിൽ നിൽക്കുന്ന ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്മുറക്കാരനായ നായിബീങ്ങളായ ആളുകളെ ഭരിക്കാൻ സമൂഹത്തിലെ അധമന്മാരായ ആളുകൾ, ദീൻ എന്തെന്നറിയാത്തവർ, എന്താണ് തലാഖ് എന്നറിയാത്തവർ ആ തലാഖിന്റെ തീരുമാനമെടുക്കുന്നത്. മസ്ജിദിന്റെ കമ്മിറ്റിയിൽ കയറിയിരിക്കുക. ബാങ്ക് വിളിക്കുമ്പോൾ സാധാരണ ഓടുന്നത് കീഴ്വായി വിട്ടിട്ട് ശൈത്താന. ചിലപ്പോ പലപ്പോഴും ഓടുന്നത് മസ്ജിദിന്റെ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അവിടുത്തെ സമിതികളായിരിക്കും. ബാങ്ക് വിളിക്കുമ്പോൾ ഓടുന്നത് ആരാന്ന് ഖുർആൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരാ? കീഴ്വായി വിട്ടിട്ട് ശൈത്താനോട്. ശൈത്താൻ ഓടുന്നതിനേക്കാൾ സ്പീഡിലാണ്. കാരണം ശൈത്താനടുത്ത് ബൈക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് മസ്ജിദിന്റെ കമ്മിറ്റി അംഗങ്ങൾ ഓടുക മസ്ജിദിന്റെ ഓഫീസിൽ. ബാങ്ക് വിളിക്കാൻ ടൈം എത്രയും പെട്ടെന്ന് പോകണം. മാത്രോ ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ സമൂഹത്തിനിടയിൽ വട്ടിപ്പലിശയും അതുപോലെ ബ്ലേഡ് മാഫിയകളുടെ ഈ നേതാക്കന്മാരാണ് പള്ളിക്കമ്മിറ്റിയിലെ കസേരയിലിരിക്കുന്നത്. നാണമുണ്ടോ ഈ ഉമ്മത്തിന്? ഇങ്ങനെയുള്ള ആളുകളെ ഇലക്ഷനിലൂടെ തെരഞ്ഞെടുത്തിട്ട് മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന കേന്ദ്രമായ മസ്ജിദുകളിലെ നേതൃത്വം കൊടുത്തിട്ട് ഇരുത്തിയിരിക്കുക. അവൻ എന്ത് അല്ലാഹ്, അവൻ എന്ത് റസൂൽ, അവനെന്ത് അല്ലാഹ്, അവനെന്ത് റസൂൽ. ആര് മസ്ജിദ് പരിപാലനം ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുക. മാ കാന ലിൽ മുശ്രിക്കീൻ, ഒരു മുശ്രിക്കിന് അനുവാദമില്ല. പിന്നെ ആർക്കാ അനുവാദമുള്ളത്? മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവൻ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവൻ അല്ലാഹുവിന്റെ ഖുദ്റത്തിലും അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിലും അല്ലാഹുവിന്റെ സമദാനിയത്തിലും അല്ലാഹുവിന്റെ ഫർദാനിയത്തിലും ഒരാളെയും പങ്കു ചേർക്കുകയില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വെള്ളം ചേർക്കാത്തവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കലർപ്പ് ചേർക്കാത്തവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുറുകെ പിടിക്കുന്നവൻ, അങ്ങനെയുള്ളവനാകണം മസ്ജിദിന്റെ പരിപാലന സമിതിയിലുള്ള ആള്. മൻ ആമന ബില്ലാഹ്. കാരണം മസ്ജിദ് എന്തിനു വേണ്ടിയുള്ളതാ? വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഈ മസ്ജിദുകളിൽ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഈ മസ്ജിദിൽ അല്ലാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള അല്ലാഹനെ മാത്രം വിളിക്കുന്ന മസ്ജിദിൽ അല്ലാഹനെ മാത്രം വിളിക്കുന്നവരെ ഭരണാംഗങ്ങളിൽ അല്ലെങ്കിൽ പിന്നെ പരിപാലന സമിതിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ഖുർആൻ. മൻ ആമന ബില്ലാഹ്, ഈമാനിൽ കലർപ്പ് പാടില്ല. മസ്ജിദിന്റെ വലിയ ആളാ, പക്ഷേ മെഴുകുതിരി വെച്ച് ഉദ്ഘാടനം, തിരികൾ കത്തിച്ചുള്ള ഉദ്ഘാടനം, മഹല്ല് പ്രസിഡന്റ് പോയി ഇങ്ങനെ നിൽക്കുക, ഫോട്ടോ പോസൊക്കെ എടുത്തിട്ട്. ഇസ്ലാമാണ് പോലും അത്, മതസൗഹാർദ്ദമാണ് പോലും. എന്നാ കുറച്ച് ക്രിസ്ത്യാനികളെയും കുറച്ച് നല്ല ഹൈന്ദവ സമൂഹങ്ങളെയും കൊണ്ട് മസ്ജിദിൽ കൊണ്ട് അവർ ആരാധന കർമ്മം നിർവഹിക്കാൻ പറഞ്ഞു. സൗഹാർദ്ദം അങ്ങോട്ട് ഊട്ടിയുറപ്പിക്ക്. ഇവിടെ നിസ്കരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് അസർ നിസ്കാരം അപ്പുറത്ത് അമ്പലത്തിലാവട്ടെ, കുറച്ച് കഴിഞ്ഞ് മഗ്രിബ് നിസ്കാരം അപ്പുറത്ത് ഏതെങ്കിലുമൊക്കെ പിന്നെ ക്രിസ്ത്യാനി പള്ളിയിലാകട്ടെ, സൗഹാർദ്ദം അങ്ങ് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും. ഇതാണ് സൗഹാർദ്ദം. സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അവരുമായി നല്ല രീതിയിൽ സംസാരിക്കാൻ, അവരോട് നല്ല രീതിയിൽ ഇടപഴകിൻ, അവരോട് നല്ല രീതിയിൽ കച്ചവടം ഇടപാട്
ഇടപാടുകൾ നടത്തിൻ, സത്യസന്ധമായി സംസാരിക്കാൻ, അവരെ നോക്കി പുഞ്ചിരിക്കിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ സൗഹാർദ്ദമുള്ള ആളാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ കാലഘട്ടത്തിൽ നബിതങ്ങളാണ് ഏറ്റവും വലിയ സൗഹാർദ്ദം ലോകത്ത് പഠിപ്പിച്ചത്. ആ നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ നിന്ന് പലപ്പോഴും യഹൂദികളുടെ വീട്ടിൽ പോയിട്ട് രോഗസന്ദർശനം നടത്തുമായിരുന്നു. അത് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. രോഗസന്ദർശനം നടത്തുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെയും കൂടി യഹൂദിയുടെ വീട്ടിൽ പോയി. എന്നിട്ട് നബിതങ്ങളുടെ അടുക്കൽ സാധാരണ വന്നുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുണ്ട്, രോഗിയായി. നബിതങ്ങൾ രോഗസന്ദർശനത്തിന് പോയി. നബിതങ്ങൾ സല്ലല്ലാഹു പോയിട്ട് പറഞ്ഞു, നിങ്ങൾ കലിമ ചൊല്ലിൻ വിജയിയായി തീരും. ആരോടാ പറയുന്നത്? യഹൂദിയുടെ വീട്ടിൽ പോയിട്ട് യഹൂദിയുടെ മകനോട്. ആ സമയത്ത് യഹൂദിയുടെ ആ കുട്ടി പാപ്പയുടെ മുഖത്തേക്ക് നോക്കി, ബാപ്പ നത്തി അബൽ ഖാസിം, തങ്ങൾ പറഞ്ഞ അനുസരിച്ചേക്ക്. ആ യഹൂദിയായ കുട്ടി മുസ്ലിമായിട്ട് മരണപ്പെട്ടു. നബി തങ്ങൾ പറയാ, അള്ളാഹു ആ കുട്ടിയെ നരകത്തിൽ സംരക്ഷിച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. അങ്ങനെയായിരുന്നു ബന്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്കാരം മാത്രം, അവിടെ ഇബാദത്തുകൾ മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവിയിലേക്ക് 3 ഗോത്രത്തിന്റെ ആളുകൾ വന്ന്, യാ നബി, ഞങ്ങൾക്ക് വലിയ പ്രശ്നമാണ്, പ്രയാസമാണ്, ദാരിദ്ര്യമാണ്, അതിന് പരിഹാരം വേണം. നബി തങ്ങൾ സഹാബാക്കൾ ഒരുമിച്ച് കൂട്ടി മസ്ജിദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിവ് നടത്തിയിട്ട് നബി തങ്ങൾ കൊടുത്തു അവർക്ക്. അത് മാത്രോ, പിരിവിന്റെ ഹദീസ് മാത്രം നമുക്കറിയൂ, വേറെ ഹദീസ് അറിയില്ല. മസ്ജിദ് മൊത്തം പിരിക്കാനുള്ളതാണ് നമ്മുടെ തോന്നൽ. പിരിവിന്റെ ഹദീസ് മാത്രമേ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വേറൊരാൾ വന്നിട്ട് പറയും, യാ റസൂലല്ലാഹ്, വലിയ ദാരിദ്ര്യമാണ്. നബി പറഞ്ഞു, വീട്ടിലെന്തൊക്കെയുണ്ട്? പറഞ്ഞു, ഒരു ചെറിയ പാത്രമുണ്ട്, ഒരു വിരിപ്പുണ്ട്, കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസക്ക് ഒരു മെഴു മേടിച്ചു കൊണ്ടുപോവാ. അതിന് നബിതങ്ങൾ മുബാറക്കായ നബിതങ്ങളുടെ കൈ കൊണ്ട് അതിനൊരു പിടി വെച്ചു കൊടുത്ത് നബിതങ്ങൾ പറഞ്ഞു, 15 ദിവസത്തേക്ക് ഇവിടെ കണ്ടുപോകരുത്, നേരെ വിറക് വെട്ടി ജീവിക്കാൻ പറഞ്ഞു. അതും നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാതെ മസ്ജിദിന്റെ കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് എന്റെ മകളെ കെട്ടിക്കാനുണ്ട്, അത് തന്നെ പ്രശ്നം. മകളെ കെട്ടിക്കാനുണ്ടെങ്കിൽ ഒരു ചെലവ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇന്നത്തെ ആചാരം അനുഷ്ഠാനങ്ങൾ വെച്ചിട്ട് പാവം ഉപ്പ വന്നിട്ട് പറയാ, 100 പവനാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരാളെ കണ്ടുമുട്ടി, 101 പവൻ 50 ലക്ഷം രൂപ ചോദിച്ചു മേടിച്ചിരിക്കുക. ഇവന്റെയൊക്കെ കല്യാണം നടത്തിയിട്ട് എന്താ? എവിടെയാ ബറക്കത്ത് ഉണ്ടാവുക? എവിടെയാ കുടുംബജീവിത സ്വസ്ഥത ഉണ്ടാവുക? കല്യാണ സദസ്സിൽ വെച്ച് ഡൈവോഴ്സ് നടക്കുക. പിന്നെ എങ്ങനെ അള്ളാഹു എങ്ങനെ ഈ സ്നേഹത്തോടുകൂടി ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകും? ഉപ്പയുടെ മനസ്സിനെ നോവിപ്പിച്ചിട്ട് ഉപ്പയുടെ മനസ്സിന്റെ നീറലുകളൊക്കെയാണ് ഇവൻ തിന്നുന്ന ഭക്ഷണം. പിന്നെ എങ്ങനെ ഇവൻ ആ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും? പള്ളികൾ തോറും. അപ്പൊ നമ്മൾ കൊടുക്കാൻ കമ്മിറ്റി ഓഫീസ് എന്ന് പറയാം, ഉപ്പ എന്നെ മോളെ കെട്ടിക്കാൻ എന്ത് ചെയ്യണം? ലെറ്റർ, തെണ്ടാനുള്ള ലെറ്റർ പോയി തെണ്ടിക്കും. എല്ലാ മഹല്ലിലും പോയി. ആ മഹല്ലുകാരെന്ത് ചെയ്യണം? ആ മഹല്ലിന്റെ ഭരണാംഗങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ പരിപാലന സമിതി അംഗങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൂടണം. എന്നിട്ട് ഈ പാവത്തിന് ഒരിക്കലും തെണ്ടാൻ അനുവദിക്കരുത്. ആചാരം നിർത്തണം. ആദ്യം ഈ സ്ത്രീധനമെന്ന് പറയുന്ന ക്യാൻസർ രോഗമുണ്ടല്ലോ, ഈ ക്യാൻസർ നിർത്തണം സമൂഹത്തിൽ. ആരാ പഠിപ്പിച്ചത് ഇതൊക്കെ? മഹർ എന്ന് പറയുന്നത് ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കാനുള്ള ചെലവല്ലാതെ തന്റെ ഭർത്താവിന് തന്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വലീമ എന്ന് പറയുന്നൊരു ഭക്ഷണമുണ്ട്. വലിയുമ്മ അല്ല, വലീമ. കേട്ടിട്ടുണ്ടാവൂല. ആ വലീമ എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ ഭർത്താവ് തന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതിനാണ് വലീമ എന്ന് പറഞ്ഞത്. അത് ഇതുവരെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവൂല. നമ്മൾ എഴുന്നള്ളിപ്പിച്ച് ബസ്സുകളാകുന്ന ബസ്സുകൾ മുഴുവൻ നിറച്ചിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിപ്പിച്ച് കൊണ്ടുപോകാൻ ആളുകളെ തീറ്റിക്കാൻ വേണ്ടി ഇതുവരെ ഭക്ഷണം കണ്ടിട്ടില്ലല്ലോ. പാവങ്ങൾ. ആലോചിച്ചു നോക്കുക, സമൂഹം എവിടേക്കാ പോകുന്നത്? ഇതൊക്കെ ഉത്തരവാദി ആരെന്നറിയോ? മസ്ജിദിന്റെ ഭരണസമിതി എഴുതിയിട്ടിട്ട് ഓഫീസിൽ കയറി കുത്തിയിരിക്കുന്നവരെ, ഇതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്. ഈ സമൂഹത്തിൽ എത്രയോ പെണ്ണുങ്ങളുണ്ട് സ്വന്തം വികാര പൂർത്തീകരണത്തിനുള്ള വഴികളില്ലാതെ വിവാഹം കഴിക്കാൻ ഒരു വരനെ കിട്ടാതെ 100 കണക്കിന് രൂപകൾ ആവശ്യപ്പെടുന്ന, 1000 സമ്പത്തുകൾ ആവശ്യപ്പെടുന്ന, കോടികൾ ആവശ്യപ്പെടുന്ന വരന്മാരുടെ മുന്നിൽ ഒരിക്കലും എനിക്കൊരു വിവാഹ ജീവിതമില്ല എന്ന സങ്കല്പത്തിലൂടെ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. ഇവർക്ക് സമാധാനമേകാൻ ഈ മഹല്ലിലെ അനുയായികൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്ജിദ് നബവിയുടെ പോലെയുള്ള മസ്ജിദുകളല്ല നിങ്ങൾ നയിക്കുന്നത്. മസ്ജിദ് നബവി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി സഹാബാക്കളുടെ ഇടയിലേക്ക്. ദൈവരെ സഹായിക്കണം, ഇവർക്ക് വഴികൾ നോക്കണം. സഅദ് സൽമിർ വന്നിട്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് വിവാഹം കഴിക്കണം. ആരെ ഞാൻ വിവാഹം കഴിക്കും? എന്റെ കയ്യിൽ സമ്പത്തില്ല. നബി പറഞ്ഞു, അബ്ദുറഹ്മാൻ ഔഫർദാൻ പോയിട്ട് പറ 600 ദിർഹം കൊടുക്കാൻ. നമ്മൾ എന്താ ചെയ്യുക? ബഹുമാനമുള്ള സഹോദരന്മാർ, അതുകൊണ്ട് മസ്ജിദുകൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഖുർആൻ പറഞ്ഞ ആളുകളെ മസ്ജിദിന്റെ ഉത്തരവാദികളാക്കിയാൽ മതി. ഇന്നമായ അമറു മസാജിദല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിന്റെ ജഞ്ചലുമായി വിശ്വസിച്ചവൻ, വഅഖാമസ്സലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവൻ. അല്ലാതെ ഇലക്ഷൻ ടൈം, മസ്ജിദിന്റെ ഇലക്ഷൻ ആകുമ്പോ മസ്ജിദിന്റെ 1ാമത്തെ സഫിൽ, കാരണം ഇലക്ഷന് പ്രസിഡന്റ് ആവാൻ പോവാ, അള്ളാഹിനോട് ഭയങ്കര ദുആ, പടച്ചവനെ എന്നെ പ്രസിഡന്റ് ആക്കണേ,
എന്ന് ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, സതഹരിസൂന അലൽ ഇമാറ, ആരെങ്കിലും ഇമാറത്തിന് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഹദീസ് മനസ്സിലാക്കിക്കോ, നേതൃത്വത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഹദീസ് മനസ്സിലാക്കിക്കോ. സതഹരിസൂന അലൽ ഇമാറ വസതകൂനു നദാമതൻ യൗമൽ ഖിയാമ. അങ്ങനെ നേതൃത്വം കിട്ടിയാൽ നാളെ ആഖിറത്ത് നിങ്ങൾക്ക് ഖേദത്തിന് അത് കാരണമായി തീരും. അഥവാ നിങ്ങൾ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ക്വാളിറ്റി കണ്ടിട്ട് ആളുകൾ പറയാ, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഉത്തരവാദിയാകിൻ എന്ന് പറഞ്ഞ ആളുകളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ ഏറ്റെടുത്തു. പക്ഷേ അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഏറ്റെടുക്കിൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഖാൻ പറഞ്ഞ, ഉമർ താങ്കളാണ് അടുത്ത ഖലീഫ. ഉമർ ഖാൻ കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത്? വലാ തസ്റു വാസിറത്തുൻ വിസ്റ ഉഖറ, മറ്റുള്ളവരുടെ കുറ്റം കൂടി എനിക്ക് ഏൽക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ ഏൽക്കൂല എന്ന് ഉമർ ഖാൻ പറഞ്ഞപ്പോൾ അബൂബക്കർ ഖാൻ ഇരുത്തി പറഞ്ഞു കൊടുത്തു, താങ്കളാണ് ഇനി അർഹൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോഴാണ് ഉമർ ഖാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. നമ്മൾ പാനലിൽ എഴുതി കൊടുത്തിരിക്കുക പേര്, ഞാൻ ഇത് അടുത്ത പ്രസിഡന്റ് ആവാൻ പോവാ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉത്തരവാദികൾ ആരാകണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉത്തരവാദികൾ സക്കാത്ത് കൊടുക്കുന്നവർ, കൈയിട്ട് പലിശയുമായി ഇടപാടില്ലാത്തവർ, ഹറാമായ വരുമാന മാർഗങ്ങളില്ലാത്തവർ, നല്ല ആളുകളായിരിക്കണം. സാമ്പത്തിക രംഗത്ത് നല്ല ആളുകളായിരിക്കണം. ഈ മസ്ജിദിന്റെ പരിപാലനത്തിൽ അള്ളാഹു ആയത്തിന്റെ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്, സൂക്ഷിക്കണം. അള്ളാഹു അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമ്മുടെ മസ്ജിദുകളെ എല്ലാ ഫിത്നയിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശുറൂർ ഫിത്നകളിൽ നിന്നും, എല്ലാ ബലാ മുസീബത്ത്, എല്ലാ ഭിന്നിപ്പുകളിൽ നിന്നും, എല്ലാ ഛിദ്രതകളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ അല്ലാഹു കാക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് മസ്ജിദുകളെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.